കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദഃ പൂജയാമാസ ധർമാത്മാ സഹ ശിഷ്യോ മഹാമുനിം. യഥാവത് പൂജിതസ്തേന ദേവർഷിർനാരദസ്തഥാ ആപൃച്ഛൈവാഭ്യനുജ്ഞാതഃ സ ജഗാമ വിഹായസം. നാരദരും വാൽമീകിയും തമ്മിൽ കണ്ടുമുട്ടി. നാരദ മഹർഷി വാൽമീകിയോട് രാമായണ കഥ പറഞ്ഞു കൊടുത്തു. വാൽമീകിയും ശിഷ്യരും നാരദ മഹർഷിയെ വേണ്ടതുപോലെ പൂജിച്ചു. അത് കഴിഞ്ഞതാ വാൽമീകിയോട് അനുവാദം വാങ്ങി നാരദർ സ ജഗാമ വിഹായസം, ആകാശമാർഗത്തിലൂടെ തിരിച്ചുപോയി എന്നാണ്. പിന്നെ എന്തുണ്ടായി? ആ വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യരിൽ കേമനായ ഭരദ്വാജൻ, വാൽമീകിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ആ ഭരദ്വാജനെയും കൂട്ടി സന്ധ്യാവന്ദനത്തിനായിട്ട് തമസാ നദിയുടെ തീരത്തെത്തി. മനോഹരമായിട്ടുള്ള തമസാ നദി. സതുതീരം സമാസാദ്യ തമസായാ മുനിസ്തദാ ശിഷ്യമാഹ സ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥമകർദമം. മനോഹരമായിട്ടുള്ള ആ നദി, തമസാ നദി, സ്വച്ഛമായ നദി. ആ നിർമ്മലമായ നദി കണ്ടിട്ട് വാൽമീകി പറയുകയാണ്, അകർദമമിദം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബു സന്മനുഷ്യ മനോയഥ. ഈ മനോഹരമായ നദി കണ്ടോ, ശുദ്ധമായ നദി കണ്ടോ ഭരദ്വാജ? ഈ നദി കാണുമ്പം എന്താ തോന്നുന്നത്? സജ്ജനങ്ങളുടെ ഹൃദയം പോലെ തെളിഞ്ഞ ജലം. അതാണ് മനോഹരമായിട്ടുള്ള ഉപമ. സന്മനുഷ്യ മനോയഥ, സജ്ജനങ്ങളായ മനുഷ്യരുടെ മനസ്സ് പോലെ സ്വച്ഛമായ ജലം. അവരുടെ കയ്യിലുള്ള പാത്രം അവിടെ വെച്ചു. മരവുരി വാങ്ങി മനോഹരമായ ആ കടവിലിറങ്ങി നമുക്ക് സ്നാനം ചെയ്യാം എന്ന് വാൽമീകി പറഞ്ഞു. അങ്ങനെ വാൽമീകി മഹർഷി മരവുരി വാങ്ങി ആ മനോഹരമായിട്ടുള്ള ആ വനം അത് ആസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം നിൽക്കുകയാണ്. ചുറ്റുമുള്ള കിളികളുടെ ശബ്ദം. അപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. രണ്ട് കിളികൾ മരക്കൊമ്പിൽ ഇണചേർന്നുകൊണ്ടിരിക്കുന്നു. ക്രൗഞ്ചപ്പക്ഷി യുഗളം. അവരുടെ ആ സ്നേഹം കണ്ട സമയത്ത് ഈ മഹർഷിയുടെ ഹൃദയം ആർദ്രമായി. ആ വാൽമീകി മഹർഷിയുടെ ആ ഋഷിവര്യൻ്റെ നോട്ടം ആ പക്ഷികളിൽ തന്നെ ഉറച്ചിരുന്നു. അപ്പോഴതാ ഒരു വ്യാധൻ ആ ക്രൗഞ്ച മിഥുനത്തിലെ ആൺപക്ഷിയെ, ആൺപക്ഷിയും പെൺപക്ഷിയും, അതിലെ ആ ആൺപക്ഷിയെ അമ്പ് ചെയ്ത് വീഴ്ത്തി. പ്രാണവേദനയോടെ ആ ആൺപക്ഷി പിടഞ്ഞു വീണു. ആ വീണ ആൺപക്ഷിയെ കണ്ട് വിഷമിക്കുന്ന ആ പെൺപക്ഷി ഇത് കണ്ട് മഹർഷിക്ക് സഹിക്കാൻ സാധിച്ചില്ല. വികാര വിക്ഷുബ്ധനായി തീർന്ന ആ മഹർഷിയുടെ നാവിൽ നിന്ന് ഇങ്ങനൊരു ശ്ലോകം പുറമേക്ക് വരികയാണ്. ആ ശ്ലോകമാണ് പ്രസിദ്ധമായ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധീ കാമമോഹിതം. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധീ കാമമോഹിതം. അല്ലയോ കാട്ടാള, ക്രൗഞ്ചപ്പക്ഷികളിൽ കാമമോഹിതനായ ഒന്നിനെ നീ കൊന്നു. നിനക്കിനി അനശ്വരമായ ജീവിതം ഇല്ല. നിൻ്റെ അന്ത്യം അടുത്തു. ഇതാണ് താല്പര്യം. തൻ്റെ നാവിൻ്റെ തുമ്പത്ത് നിന്ന് പുറമേക്ക് വന്ന ഈ ഒരു വാക്കുകൾ ഓർത്ത് മഹർഷി പിന്നീട് അത്ഭുതപ്പെടുകയാണ്. തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോട് വാൽമീകി പറയുകയാണ്, ഭരദ്വാജ, എന്താ അപ്പം എൻ്റെ നാവിൽ നിന്ന് പുറമേക്ക് വന്നത്? അത് കേവലമൊരു വാക്കല്ല. പാദബദ്ധോക്ഷരസമസ്തന്ത്രീലയ സമന്വിത
ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥ. ആ പുറമേക്ക് വന്നത് കേവലം ഒരു ശബ്ദമാണെന്ന് പറയാൻ വയ്യ, അതൊരു ശ്ലോകമാണ്. വീണാനാഥ സദൃശമായ തുല്യാക്ഷരങ്ങളോട് കൂടിയ താളമുണ്ടതിന്, ഒരു താളമുണ്ട്, 8 അക്ഷരങ്ങൾ, 4 പാദം, 4 വരികൾ, ശ്ലോകമാണത്, സംശയമില്ല. പാദബദ്ധോക്ഷരസമസ്തന്ത്രീലയ സമന്വിത ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥ. ഗുരുമുഖത്തുനിന്ന് ഇത്രയും കേട്ടപ്പോൾ ശിഷ്യനും വലിയ സന്തോഷമായി. ഗുരുവും ശിഷ്യനും ആ തമസാ നദിയിലിറങ്ങി സ്നാനം ചെയ്ത് ആശ്രമത്തിലേക്ക് മടങ്ങി. പക്ഷെ അപ്പോഴും മഹർഷിയുടെ മനസ്സിൽ ആ അമ്പ് കൊണ്ട് പടഞ്ഞു വീണ ആ പക്ഷിയുടെ രൂപമാണ്. ആ ചിന്ത വല്ലാതെ മഹർഷിയെ അലട്ടി. ഗുരു ശിഷ്യന്മാർ ആശ്രമത്തിലെത്തി. അധികമായില്ല, അപ്പോഴേക്ക് അവിടേക്ക് ആര് വന്നു? ബ്രഹ്മാവ് വന്നു വാൽമീകിയെ കാണാനായിട്ട് ആശ്രമത്തിൽ പ്രത്യക്ഷനായി. ആ ജഗാമതോ ബ്രഹ്മ ലോകകർത്താ സ്വയം പ്രഭു ചതുർമുഖോ മഹാതേജ ദ്രഷ്ടും തം മുനിപുങ്കവം. അവിടേക്ക് വന്ന ആ ബ്രഹ്മദേവനെ വാൽമീകിയും ശിഷ്യന്മാരും പ്രണമിച്ചു, പാദം കഴുകി പൂജിച്ചു, ഇരുത്തി. പക്ഷെ അപ്പോഴൊക്കെ ഈ മഹർഷിയുടെ ഹൃദയത്തിൽ ആ തമസാ നദീതീരത്ത് വെച്ചുണ്ടായ ആ രംഗം, ദയനീയമായ രംഗം, അതിങ്ങനെ ഉള്ളിൽ പ്രകാശിക്കുകയാണ്. ചോര വാർന്ന് നിലത്തേക്ക് വീണ ആ ആൺപക്ഷി, അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇണപ്പക്ഷി, വാൽമീകിയുടെ ഹൃദയം അപ്പോഴും ഇങ്ങനെ ഉള്ളുന്ന് മന്ത്രിക്കുകയാണ്. ആ കാട്ടാളൻ്റെ ചെയ്തി അത് വളരെ ക്രൂരൻ തന്നെ. ആർക്കാണ് ഇങ്ങനെ ഇത്ര വലിയ ക്രൂരത സാധിക്കുക? നല്ല മനോഹരമായ മധുരമായ നാദം പുറമേക്ക് വരുന്ന ആ പക്ഷിയെ കൊല്ലാൻ ആർക്കാ തോന്നുക എന്ന് അദ്ദേഹം ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ. അതങ്ങനെ ഉള്ളിന്ന് പുറമേക്ക് വരുന്നു. ഋഷിവര്യൻ വാൽമീകി മഹർഷി വീണ്ടും അത് ചൊല്ലി. അപ്പോഴതാ അത്ഭുതം എന്ന് പറയട്ടെ, നേരത്തെ പറഞ്ഞ ആ അർത്ഥമല്ല ഇപ്പോൾ ധ്വനിച്ചത്. ഒരേ ശ്ലോകം, നിഷാദനെ, ആ കാട്ടാളിനെ ശപിച്ച ആ ശ്ലോകം, അതിൻ്റെ അർത്ഥം ഇപ്പം മാറി. ആ കാട്ടാളിനെ ശാപഗ്രസ്തനാക്കിയ അർത്ഥമല്ല ഇപ്പം അനുഭവവേദ്യമായത്, മറ്റൊരർത്ഥമാണ്. എന്താ അർത്ഥം? മാ ലക്ഷ്മി, നിഷാദ ലക്ഷ്മിയിൽ ഇരിക്കുന്നവൻ, ലക്ഷ്മീകാന്തൻ എന്നർത്ഥം. ലക്ഷ്മിയുടെ മടിയിലാണ് ഭഗവാൻ കിടക്കുന്നത്. അപ്പം മാ നിഷാദ, ലക്ഷ്മിയുടെ മടിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ലക്ഷ്മീകാന്ത എന്നർത്ഥമായി. അലയോ ലക്ഷ്മീകാന്ത എന്ന് പറഞ്ഞാൽ അലയോ വിഷ്ണു ഭഗവാനെ എന്നാണ്. പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. അലയോ ലക്ഷ്മീകാന്തനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ, വിഷ്ണു ഭഗവാൻ തന്നെയാണ് രാമൻ. അലയോ ശ്രീരാമ. ക്രൗഞ്ചമിഥുനം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം രാക്ഷസന്മാരിൽ, മണ്ഡോദരിയും രാവണനും എന്താണ്, രാക്ഷസന്മാരിൽ അതികാമിയായ ഒരുവനെ വധിച്ച് എന്നേക്കുമായി കീർത്തി ഉണ്ടാവട്ടെ എന്നർത്ഥം. ഒരേ ശ്ലോകത്തിന് രണ്ടർത്ഥം നോക്കൂ. ഒന്ന് ശാപമായിട്ട്, ഒന്ന് അനുഗ്രഹമായിട്ട്, ഒന്ന് ആശീർവാദമായിട്ട്. ഇതങ്ങോട്ട് ഉള്ളിൽ തോന്നി. ആ അർത്ഥം ഉള്ളിൽ സ്ഫുരിച്ചു ബ്രഹ്മദേവൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോഴതാ ബ്രഹ്മദേവൻ വാൽമീകിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ബ്രഹ്മാവ് എന്നിട്ടിങ്ങനെ പറഞ്ഞു, മഹർഷേ, അങ്ങിപ്പം ചൊല്ലിയത് ശ്ലോകം തന്നെയാണ്, അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. ഇതൊക്കെ നടന്നത് ഞാൻ ഇച്ഛിച്ച പോലെ തന്നെയാണ്. കുറച്ചു മുമ്പ് നാരദരിൽ നിന്ന് അങ്ങ് രാമായണ കഥ കേട്ടുമല്ലോ, അതങ്ങ് ഇതുപോലെ ഈ ശ്ലോകരൂപത്തിൽ രചിക്കുക. മനസ്സ് ഭഗവാനിൽ വെച്ചും കൊണ്ട് അങ്ങ് രചിച്ചോളൂ. അങ്ങ് രചിക്കുന്ന ഈ ഒരു കാവ്യത്തിൽ അർത്ഥശൂന്യമായ ഒരു വാക്കുപോലും ഉണ്ടാവില്ല. ഈ രാമായണം എല്ലാ കാലവും നിലനിൽക്കും. ബ്രഹ്മദേവനാണ് ഈ രാമായണത്തിന് അവതാരിക എഴുതുന്നത്. ആമുഖം ബ്രഹ്മാവ് പറയുകയാണ്, യാവസ്ഥാസ്യന്തി ഗിരയഃ
സരിതശ്ച മഹീതലേ താവദ് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി യാവത് രാമസ്യ ച കഥാ ത്വത്കൃത പ്രചരിഷ്യതി. ആണ് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം. ഇവിടെയുള്ള പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ ഈ കഥ പ്രചരിക്കും, അതിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ബ്രഹ്മാവ്. അവിടെ നിന്ന് ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. വാൽമീകിയുടെ ആശ്രമത്തിലെ മറ്റു മഹർഷിമാരും തപസ്വികളും അവിടെയുള്ള അന്തേവാസികളും ഈ ഒരു ശ്ലോകം മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ എന്നുള്ള ആ ഒരു ശ്ലോകം വീണ്ടും 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 ചൊല്ലി ശ്ലോകരൂപത്തിൽ തന്നെ രാമായണം രചിക്കാൻ വാൽമീകി മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. മനോഹരങ്ങളായ വൃത്തങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും അർത്ഥങ്ങൾ കൊണ്ടും അങ്ങനെ മനോഹരമായി രാമായണം വാൽമീകി രചിച്ചു. ആ മനോഹരമായിട്ടുള്ള കാവ്യം എല്ലാവരും കേട്ടാലും എന്നാണ്. ഉദാരവൃത്താർത്ഥപദൈർമനോരമൈഃ തദാസ്യ രാമസ്യ ചകാര കീർത്തിമാൻ സമാക്ഷരൈഃ ശ്ലോകശതൈർയശസ്വിനോ യശസ്കരം കാവ്യമുദാരദർശനഃ തദുപഗതസമാസസന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശചിരസശ്ച വധം നിശാമയധ്വം. വാൽമീകി മഹർഷി കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭാസനത്തിൽ അങ്ങനെ ധ്യാനനിരതനായിട്ടിരുന്നു. രാമായണം രചിക്കാനുള്ള ഒരുക്കാണ്. രാമചരിതം തൻ്റെ മനസ്സിലങ്ങനെ വ്യക്തമായി പ്രകടമാവാൻ തുടങ്ങി. രാമകഥയുടെ ഇതളുകൾ അങ്ങനെ വിടർന്നു തുടങ്ങി. തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കഥ മുഴുവൻ അങ്ങനെ അദ്ദേഹം ഉള്ളിൽ കാണുകയാണ്. അങ്ങനെ മനോഹരമായ വാക്കുകളും വിചിത്രാർത്ഥങ്ങളും ഒത്തുചേർന്ന ആ രാമായണം. എത്ര ശ്ലോകങ്ങളാണ്? 24,000 ശ്ലോകങ്ങൾ. എത്ര സർഗങ്ങൾ? 500 സർഗങ്ങൾ. അങ്ങനെയുള്ള ആ ഒരു രാമായണം വാൽമീകി ഉള്ളിൽ കണ്ടു. പ്രാപ്തരാജസ്യ രാമസ്യ വാൽമീകിർഭഗവാൻ ഋഷി ചകാരചരിതം കൃഷ്ണം വിചിത്രപദമർത്ഥവത് ചതുർവിംശത്സഹസ്രാണി ശ്ലോകാനാം മുക്തവാൻ ഋഷി തഥാ സർഗശതാൻ പഞ്ച ഷഡ്കാണ്ഡാനി തഥോത്തരം. 6 കാണ്ഡങ്ങളും പിന്നെ ഉത്തരകാണ്ഡവും. ഇങ്ങനെയാണ് രാമായണത്തിൻ്റെ ഘടന. താൻ എഴുതിയ രാമകാവ്യം ആരാണ് ഭംഗിയിൽ പാടുക? ലോകത്തിലെത്തണ്ട ഈ രാമായണം, അത് അവതരിപ്പിക്കും? അങ്ങനെ വാൽമീകി മഹർഷി ചിന്തിച്ചു. അവിടുത്തെ ലവകുശന്മാർ മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു. മഹർഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. വാൽമീകി മഹർഷി തൻ്റെ ആ രാമായണം ആ കുമാരന്മാരെ ലവകുശന്മാരെ പഠിപ്പിച്ചു. അവരങ്ങനെ ഉരുവിട്ടത് പഠിച്ചു. അങ്ങനെ മഹർഷിവര്യന്മാരും ബ്രാഹ്മണരും സജ്ജനങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സദസ്സിൽ പോയിട്ട് ഈ കുശനും ലവനും രാമായണ ഗാനം പാടും. അത് കേട്ടെല്ലാവരും ആനന്ദിക്കും. ആ സഹോദരന്മാർ ലവകുശന്മാർ അവരെ കണ്ടു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിബിംബങ്ങളാണോ തോന്നും. അങ്ങനെ എല്ലാ സദസ്സുകളിലും അവരങ്ങനെ രാമായണ കഥ പാടിക്കൊണ്ടങ്ങനെ ശോഭിച്ചു എന്നാണ്. കേൾക്കുന്നവരൊക്കെ പറയും ആശ്ചര്യകരമായ ആഖ്യാനം, അദ്വിതീയമായ ഇതിഹാസം. അങ്ങനെ ഋഷിമാരൊക്കെ ആ കാവ്യത്തെ, ആദികാവ്യത്തെ, രാമായണത്തെ അങ്ങനെ പ്രശംസിച്ചു, കീർത്തിച്ചു. ഒരിക്കൽ അയോധ്യ നഗരത്തിൽ അവിടെയുള്ള ആ വീഥികളിലൂടെ അവർ ഈ രാമായണം പാട്ടുപാടി അങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരെ ശ്രീരാമൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ ലവകുശന്മാരെ ശ്രീരാമൻ കണ്ടു. അവരെ കണ്ട സമയത്ത് തന്നെ ആശ്ചര്യം തോന്നി. അവരെ തൻ്റെ സദസ്സിലേക്ക്
രാജസദസ്സിലേക്ക് ആനയിക്കാനായി ആജ്ഞ നൽകി. ധാരാളം മന്ത്രിമാരും വിദ്യാവിചക്ഷണന്മാരും ജ്ഞാനികളും പണ്ഡിതന്മാരൊക്കെയുള്ള ആ ഒരു സദസ്സിൽ ആ സ്വർണസിംഹാസനത്തിലിരിക്കുന്ന രാമചന്ദ്രപ്രഭു ചുറ്റും തൻ്റെ സഹോദരന്മാർ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അവരോടായിട്ട് രാമൻ പറഞ്ഞു, ഈ കുട്ടികൾ സാധാരണക്കാരല്ല, ദേവസമാനന്മാരാണ്. ഇവർ മനോഹരമായിട്ട് കാവ്യം പാടും, കഥ പറയും. അവർ പാടുന്ന ആ ഒരു കഥ കേൾക്കൂ എന്ന് പറഞ്ഞു അവരോട് പാടാനായിട്ട് കൽപ്പിച്ചു. ശ്രീരാമൻ്റെ അനുവാദം കിട്ടിയതും ആ കുമാരന്മാർ, ലവകുശന്മാർ തങ്ങളുടെ കയ്യിലുള്ള വീണ മീട്ടി ആ വീണയ്ക്കൊക്കുന്ന ആ ശബ്ദത്തിൽ മനോഹരമായിട്ട് പാടാൻ തുടങ്ങി വാൽമീകി രചിച്ച ആ കാവ്യം. കണ്ടിരിക്കുന്നവരുടെ, അത് കേട്ടിരിക്കുന്നവരുടെ, സദസ്യരുടെ ഹൃദയവും മനസ്സും ആ ലവകുശന്മാരുടെ പാട്ടിലങ്ങനെ അലിഞ്ഞു ചേർന്നു. ആ കുമാരന്മാരാവട്ടെ എങ്ങനെയാണ്, മുനിവേഷധാരികളാണ് അവർ. അവരുടെ ആ നീണ്ട കണ്ണുകൾ, അവർ അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ. പാടിക്കൊണ്ടിരുന്ന ആ മുനിവേഷധാരികളായ കുമാരന്മാരെ, അവരുടെ നീണ്ട കണ്ണുകളെ ശ്രീരാമൻ വീക്ഷിച്ചു. ആ നോട്ടം എങ്ങനെയാണ്, അത് വാൽമീകി വർണ്ണിക്കുകയാണ്. വിശന്ന് വലയുന്നവൻ്റെ മുന്നിൽ ഹൃദ്യമായ, അവനിഷ്ടപ്പെട്ട നല്ല ഭക്ഷണം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ആ കുട്ടികളെ കണ്ട സമയത്ത് ഈ മഹാപ്രഭു അടക്കം, രാമചന്ദ്രപ്രഭു അടക്കം എല്ലാവരും അവരെ തന്നെ നോക്കി. അവർ ആ ലവകുശന്മാർ അവിടെയുള്ള സദസ്സിലുള്ള എല്ലാവരെയും വശീകരിച്ചു എന്നാണ്. ആ സദസ്സ് ഇപ്പോൾ ഏതുപോലെ ചോദിച്ചാൽ, ചിത്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതനങ്ങോ? ആ സദസ്സ് ചിത്രം വരച്ചതുപോലെ നിശബ്ദമായി ആ കാവ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് രാമായണത്തിൽ ദശരഥൻ്റെ കഥ വർണ്ണിക്കുന്നു. അയോധ്യ നഗരത്തെപ്പറ്റി വർണ്ണിക്കുന്നു. കോസല രാജ്യത്തിലെ സമൃദ്ധമായ നഗരം അയോധ്യ, അത് വർണ്ണിക്കുകയാണ്. സഗരരാജാവിൻ്റെ കഥ, സഗരപുത്രന്മാരുടെ കഥ, ഭഗീരഥൻ്റെ ആ ഒരു കേമത്തം, അങ്ങനെ ആ രാജാക്കന്മാരുടെ കഥ വർണ്ണിച്ച് വരുമ്പം അതിലാണ്, ആ വംശത്തിലാണ്, സൂര്യവംശത്തിൽ, രഘുവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള രാമൻ, ആ രാമചരിതം. തദിതം വർത്തയിഷ്യാവഹ സർവം നിഖിലമാദിതഃ ധർമ്മകാമാർത്ഥസഹിതം ശ്രോതവ്യം അനസൂയത. ധർമാർത്ഥകാമങ്ങൾ തുടങ്ങിയ പുരുഷാർത്ഥങ്ങളെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന ഈ ഒരു കാവ്യം എല്ലാവരും ശ്രവിച്ചാലും, ഈ ഒരു കാവ്യം വേണ്ടതുപോലെ ശോഭിക്കുക, ഹൃദയത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ ആനന്ദം ഉണ്ടാവുക ആർക്കാണ്? അസൂയ ലേശം പോലും ഇല്ലാത്ത ഹൃദയത്തിന് മാത്രമേ ഇത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അവരാണ് ഈ രാമായണം കേൾക്കാനുള്ള അധികാരി. മനോഹരമായിട്ടുള്ള ആ ഒരു നഗരം, സരയൂ നദിയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം. കോസല രാജ്യം, സമ്പദ് സമൃദ്ധമായ രാജ്യം. അയോധ്യ രാജ്യമല്ല, അത് തലസ്ഥാനമാണ്. രാജ്യത്തിൻ്റെ പേര് കോസലം എന്നാണ്. ആ മനോഹരമായിട്ടുള്ള ആ നഗരം വർണ്ണിക്കുകയാണ്. ധനധാന്യങ്ങളെ കൊണ്ട് സമൃദ്ധമായ ആ നഗരം നിർമ്മിച്ചത് മനുവാണ്, മനു മഹാരാജാവാണ്. 12 യോജന നീളം, 3 യോജന വീതി, അങ്ങനെയാണ് അവിടുത്തെ ആ രാജപാതകൾ. നിർമ്മലമായ ജലം കൊണ്ട് എന്നും അത് കഴുകി വൃത്തിയാക്കുന്നതാണ്. എന്നും പൂക്കൾ വിതറി വിശുദ്ധമാക്കാറുണ്ട്. നമ്മൾ ഓണത്തിന് പതിവുള്ളൂ, നമ്മൾ തിരുവോണത്തിന് ചെയ്യുന്നത് ഇവർ എന്നും ചെയ്യാറുണ്ട്. ഇന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ ദശരഥൻ ഈ വലിയ രാജ്യത്തെ ഭംഗിയിൽ വേണ്ടതുപോലെ ഭരിച്ചു പോന്നു. സുന്ദരമായ കമാനങ്ങൾ, സമൃദ്ധങ്ങളായ അങ്ങാടികൾ, അവിടെ സൂതന്മാരും ആഗതന്മാരും ഒക്കെ അങ്ങനെ തിങ്ങി വസിക്കുന്നു.
നല്ല ഉദ്യാനങ്ങൾ, വീണയുടെയും വേണുവിൻ്റെയും ഒക്കെ നാദങ്ങൾ, ചുരുക്കത്തിൽ കുബേരൻ്റെ അളകാപുരി പോലും ലജ്ജിക്കും ഈ ഒരു സ്ഥലം കണ്ടാൽ. എല്ലാം കൊണ്ടും ഉത്തമമായ ഈ രാജ്യത്തെ നമ്മുടെ ദശരഥ രാജാവ് ധർമാനുസൃതം പരിരക്ഷിച്ചു പോന്നു. ഈ ദശരഥൻ്റെ ഭരണകാലത്ത് പ്രജകൾ മുഴുവൻ സത്യസന്ധരായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു, ദയുള്ളവരായിരുന്നു. മോശമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയത്, അധർമ്മത്തെ പറ്റിയോ മറ്റ് ഹീനാചാരവൃത്തികളെക്കുറിച്ചോ നാട്ടിൽ കേൾവി പോലും ഇല്ല എന്നാണ്. രോഗങ്ങളില്ല, ബാലമരണങ്ങളില്ല, അതിവൃഷ്ടിയില്ല, അനാവൃഷ്ടിയില്ല, എപ്പോഴും മഴ പെയ്യാണ്ടിരിക്കുക അങ്ങനെയുള്ള അവസ്ഥയില്ല, എപ്പോഴും മഴ പെയ്യുക അങ്ങനെയില്ല, ഒക്കെ പാകത്തിന്. അവിടെയുള്ള സൈനികർ നല്ല യുദ്ധവിദഗ്ധരായ സൈനികർ, ലക്ഷണമൊത്ത കുതിരകൾ, നല്ല ഗജവീരന്മാർ, ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാനായിട്ടുള്ള, ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അയോധ്യയിൽ ഉണ്ട്. വീരപരാക്രമിയാണ് ദശരഥ രാജാവ്. അങ്ങനെയുള്ള അദ്ദേഹം ചന്ദ്രൻ നക്ഷത്രങ്ങളെ എന്ന പോലെ തൻ്റെ പ്രജകളെ രക്ഷിച്ചു. ഈ രാജാവിൻ്റെ, ദശരഥൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമായിട്ടുള്ള 8 മന്ത്രിമാരാണ്. ധൃഷ്ടി, ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രർ. നമുക്ക് കൂടുതലും പരിചയം സുമന്ത്രരെയാണ്. ആ മന്ത്രിമാരാവട്ടെ, ഇനി മന്ത്രിമാരുടെ വർണ്ണനം, അമാത്യവർണ്ണനം വാൽമീകി രാമായണത്തിൽ പ്രസിദ്ധമാണത്. മന്ത്രിമാരെ വർണ്ണിക്കുകയാണ്. അവരെപ്പോഴും എങ്ങനെയായിരുന്നു? പുഞ്ചിരിച്ചും കൊണ്ട് മാത്രം സംസാരിക്കുന്നവരും ആണ്. പറഞ്ഞതുപോലെ പ്രവൃത്തി ചെയ്യുന്നവരും, അനീതി എവിടെ കണ്ടാലും ഒരു മടിയുമില്ലാണ്ട് ശിക്ഷിക്കുന്നവരും ആണ്. സ്വന്തം പുത്രന്മാരാണെങ്കിൽ പോലും രക്ഷപ്പെടാനാവില്ല അവരുടെ മുന്നിൽ നിന്ന്. അനീതി ചെയ്താൽ പുത്രനാണോ നോക്കില്ല, അങ്ങനെ ശിക്ഷിക്കുന്നവർ. എന്നാൽ കുറ്റം ചെയ്യാത്തവനെയാണെങ്കിലോ, ശത്രുവാണെങ്കിൽ പോലും ഒരു ദ്രോഹവും അവരെ ഏൽപ്പിക്കില്ല. തേജക്ഷമായശപ്രാപ്താഃ സ്മിതപൂർവാഭിഭാഷിണഃ ക്രോധാത് കാമാർത്ഥഹേതോർവാ ന ബ്രൂയുരനൃതം വചഃ. നല്ല തേജസ്സുള്ളവരാണ്, ക്ഷമയുള്ളവരാണ്, യശസ്സുള്ളവരാണ്. സ്മിതപൂർവാഭിഭാഷിണഃ, പുഞ്ചിരിച്ചും കൊണ്ട് സംസാരിക്കുന്നതാണ്. ചിരിച്ചുകൊണ്ടേ അവർ സംസാരിക്കുള്ളൂ. നമ്മളൊക്കെ കാണുന്ന അധികം പേരും എങ്ങനെയാണ്? പല ഓഫീസുകളിലും നമ്മൾ പോകുന്നുണ്ടല്ലോ, അവരെങ്ങനെ ചിരിച്ചും കൊണ്ടാണോ സംസാരിക്കാറ് എന്നാണ്. എന്നാൽ ഈ മന്ത്രിമാർ ചിരിച്ചും കൊണ്ടാണ് സംസാരിക്കുക. അത് വെറുതെ കൃത്രിമമായ ചിരിയല്ല, ഉള്ളുന്ന് വരേണ്ട ചിരി. ക്രോധാത് കാമാർത്ഥഹേതോർവാ ന ബ്രൂയുരനൃതം വചഃ. ഒരിക്കലും അവർ കളവ് പറയില്ലായിരുന്നു എന്നാണ്. ക്രോധം കൊണ്ടോ കാമം കൊണ്ടോ അവർ കളവ് പറയില്ല. ക്രിയമാണം കൃതം വാപി ചാരേണാപി ചികീർഷിതം. ചാരന്മാരെ വിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവരറിയും. ശത്രുക്കൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുമായിരുന്നു. പ്രാപ്തകാലം യഥാദണ്ഡം ധാരയേയു സുതേഷ്വപി. തൻ്റെ പുത്രനാണെങ്കിൽ തെറ്റ് ചെയ്താൽ മുഖം നോക്കാണ്ട് ശിക്ഷിക്കും. അഹിതം ചാപി പുരുഷം ന ഹിംസ്യുഹു അവിദൂഷകം. അഹിതം ചാപി പുരുഷം, തനിക്കിഷ്ടമില്ലാത്ത മനുഷ്യനാണെന്ന് കരുതിയിട്ട് കുറ്റം ചെയ്യാണ്ട് ശിക്ഷിക്കോ ഇല്ല. ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ശിക്ഷിക്കുക അങ്ങനെയൊന്നുമില്ല. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും. അത് മകനാണോ നോക്കൂല്ല. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു ഭരണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ അസത്യം പറയുന്നവരില്ല, ദുഷ്ടന്മാരില്ല. പ്രജകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. അവർക്കൊക്കെ പ്രധാനം ധർമ്മം. ചാരദൃഷ്ടികളെ കൊണ്ട് രാജ്യത്തിലെ ചെറിയ ചലനം പോലും ദശരഥൻ മനസ്സിലാക്കി. അയോധ്യ രാജ്യത്തെ അദ്ദേഹം തൻ്റെ ഗൃഹം പോലെ പരിരക്ഷിച്ചു പോന്നു. തൻ്റെ മന്ത്രിമാരോടുകൂടി അദ്ദേഹം ഭംഗിയിൽ ആ രാജ്യം ഭരിച്ചു. ഇതുപോലെ തേജോഗോളങ്ങളാൽ ചൂഴപ്പെട്ട സൂര്യനെ പോലെ ആ ദശരഥൻ തൻ്റെ മന്ത്രിമാരുടെ ഇടയിൽ അങ്ങനെ ശോഭിച്ചു എന്നാണ്. ഈ രാജാവ് ഇങ്ങനെയൊക്കെ കഴിയുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടം ഉണ്ട് എന്ന് പറയുകയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ ആ സങ്കടം? അത് വർണ്ണിക്കുകയാണ്. തസ്യ ചൈവം പ്രഭാവസ്യ ധർമ്മജ്ഞസ്യ മഹാത്മനഃ
സുതാർത്ഥം തപ്യമാനസ്യ നാസീത് വംശകര സുതഃ. ഇത്രയൊക്കെ കേമനാണെങ്കിലും ആ ദശരഥ രാജാവിന് വലിയൊരു ദുഃഖമുണ്ട്. എന്താ അദ്ദേഹത്തിന് ദുഃഖിച്ചാൽ സുതാർത്ഥം തപ്യമാനസ്യ നാസീത് വംശകര സുതഃ. അതികഠിനമായൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നങ്ങനെ നീറുകയാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങൾ അനവധിയായി, ഇതാണ് ഏറെക്കാലമായി. ഇത്രയൊക്കെയായിട്ട് തൻ്റെ വംശത്തെ, ആ വംശപാരമ്പര്യം തുടർന്ന് കൊണ്ടുപോകുന്നതിനായി ഒരു പുത്രൻ തനിക്കുണ്ടായില്ലല്ലോ എന്നുള്ള ദുഃഖം അദ്ദേഹത്തിനുണ്ട്. കുറേ കാലത്തെ ആലോചനകൾക്ക് ശേഷം പുത്രലാഭത്തിനായി ഒരു അശ്വമേധയാഗം കഴിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. തൻ്റെ മന്ത്രിമാരിലെ കേമനായ, തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സുമന്ത്രൻ എന്ന ആ മന്ത്രിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. രാജാവ് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സുമന്ത്ര, പുത്രനില്ലാത്ത, ഭാഗ്യമില്ലാത്ത ഞാൻ പുത്രലാഭത്തിനായിട്ടൊരു അശ്വമേധയാഗം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സുമന്ത്രൻ എന്ത് പറഞ്ഞു? ആ ഒരു കാര്യത്തെ, തീരുമാനത്തെ അഭിനന്ദിച്ചു. ആവാം, നല്ല കാര്യം തന്നെ. വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാരെ നമുക്ക് വിളിക്കാം, പെട്ടെന്ന് തന്നെ ഈ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വസിഷ്ഠരെ വിളിച്ചു. ദശരഥ രാജാവ് തൻ്റെ ഉള്ളിലുള്ള ആ ആശയത്തെ ഒന്നും കൂടി വ്യക്തമാക്കി. സരയൂ നദി, ആ നദിയുടെ ഉത്തരഭാഗത്തായിട്ട് യാഗശാല നിർമ്മിക്കാം. അങ്ങനെ നമുക്ക് അവിടെ വെച്ചെന്ത് ചെയ്യാം, ഈ ഒരു യാഗം നടത്താം. തൻ്റെ സൈനികരും മന്ത്രിമാരുമൊക്കെ ഈ രാജാവിൻ്റെ താല്പര്യം, ഇഷ്ടലാഭത്തിനായിട്ട് അവരൊക്കെ കർമ്മരംഗത്തിറങ്ങി ഈ ഒരു യാഗം ഭംഗിയാക്കാനായിട്ട് ഉത്സാഹിച്ചു. ദശരഥൻ തൻ്റെ അന്തഃപുരത്തിലെത്തിയിട്ട് തൻ്റെ പത്നിമാരോട് പുത്രലാഭത്തിനായി ദീക്ഷ കൈക്കൊള്ളാൻ പത്നിമാരോട് നിർദ്ദേശിച്ചു. ഇനി ഈശ്വര എന്നുള്ള വിചാരത്തോടു കൂടി ഈ ഒരു ഭാവത്തിൽ വേണം കഴിയാൻ എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ആ ഒരു നിർദ്ദേശം കേട്ട ആ പത്നിമാരുടെ മുഖമാവട്ടെ ഹേമന്തത്തിൻ്റെ അവസാനത്തിലെ താമര പോലെ അങ്ങോട്ട് വിടർന്നു എന്നാണ്. അവർക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ ആ യാഗത്തിന് ഒരുങ്ങുകയാണ്. ഒരിക്കൽ ദശരഥൻ്റെ മന്ത്രിമാരിലെ കേമനായിട്ടുള്ള സുമന്ത്രൻ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവേ, പണ്ട് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് അങ്ങയെപ്പറ്റി ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ സന്താനലബ്ധിയെക്കുറിച്ചൊരു വിവരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സനൽകുമാര മഹർഷി അങ്ങയുടെ പുത്രലാഭത്തെക്കുറിച്ച് പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. കാശ്യപൻ എന്ന മഹർഷിക്ക് വിഭാണ്ഡകൻ എന്നൊരു പുത്രനുണ്ട്. ആ വിഭാണ്ഡകൻ്റെ മകനായി ഋഷ്യശൃംഗൻ എന്നൊരു ഉണ്ണി പറക്കും. ഋഷ്യശൃംഗൻ്റെ കഥ വിചിത്രമാണ്. അദ്ദേഹം ബ്രഹ്മചാരിയാണ്. ഋഷ്യശൃംഗമുനിയെ വളരെ ശ്രദ്ധയോടെ ആണ് അച്ഛൻ വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടാൻ പാടില്ല, നിർബന്ധം അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ടായിരുന്നു. ബ്രഹ്മചാരി അല്ലാതാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ആ ഋഷ്യശൃംഗൻ തൻ്റെ അച്ഛനായ വിഭാണ്ഡകനെ അല്ലാണ്ട് വേറൊരു മനുഷ്യജീവിയെയും കണ്ടിട്ടില്ല. അയാൾ വസിക്കുന്നതാവട്ടെ കാട്ടിൽ മൃഗങ്ങളെയും പക്ഷികളെയും മാത്രമാണ് അദ്ദേഹം കാണുന്നത്. അക്കാലത്ത് അവിടെ അംഗരാജ്യം, ബീഹാർ, ഒറീസ ആണ് അംഗരാജ്യം. ആ അംഗരാജ്യം ഭരിച്ചിരുന്നത് ലോമപാതൻ എന്ന രാജാവായിരുന്നു. രാജാവിൻ്റെ മോശമായിട്ടുള്ള ഭരണം കൊണ്ട് ആ രാജ്യത്ത് മഴ പെയ്യാണ്ടിയായി. വല്ലാതെ വിഷമിച്ചു അവിടുത്തെ പ്രജകളൊക്കെ. കുറച്ചങ്ങനെ കഴിഞ്ഞ സമയത്ത് രാജാവിന് തിരിച്ചറിവുണ്ടായി, തൻ്റെ മോശമായിട്ടുള്ള കർമ്മം കൊണ്ടാണ് ഇങ്ങനെ രാജ്യം നശിക്കണതെന്ന് ബോധ്യം വന്നു. പണ്ഡിതന്മാരെയും വേദമറിയുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി തൻ്റെ ഈ രാജ്യത്തിൻ്റെ ദുരവസ്ഥയ്ക്കുള്ള കാരണം, പരിഹാരം ഒക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ നിത്യബ്രഹ്മചാരിയായ ഋഷ്യശൃംഗനെ ഈ അംഗരാജ്യത്തിലേക്ക് കൊണ്ടുവന്ന്
രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ആ ശാന്തയെ ഋഷ്യശൃംഖന് വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അംഗരാജ്യത്ത് വർഷം ഉണ്ടാവും, മഴ പെയ്യും. അതല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. സമ്മതിച്ചു. പക്ഷേ ആ വനമധ്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഋഷ്യശൃംഖനെ ഇങ്ങോട്ട് കൊണ്ടുവരിക? അതത്ര എളുപ്പമല്ല. തൻ്റെ പിതാവിനില്ലാണ്ട് വേറൊരു മനുഷ്യനെയും അദ്ദേഹം കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. ആ കാട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഋഷ്യശൃംഖൻ്റെ അച്ഛനാച്ച വിഭാണ്ഡകൻ വലിയ തപസ്വിയാണ്. അദ്ദേഹം ചിലപ്പം ശപിക്കും. അപ്പം അതുകൊണ്ട് വളരെ കരുതി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ അവരൊക്കെ ഇരുന്ന് രാജാവും അവിടെയുള്ള മന്ത്രിമാരൊക്കെ കൂടി ആലോചിച്ചു. അങ്ങനെ കുറച്ച് സ്ത്രീകളെ വിഭാണ്ഡകൻ്റെ ആശ്രമത്തിലേക്ക് വിട്ടു. അവർ ഋഷ്യശൃംഖനെ പ്രലോഭിപ്പിച്ച് അംഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ ഋഷ്യശൃംഖൻ അംഗരാജ്യത്ത് കാല് വെച്ചതും അവിടെ മഴ പെയ്യാൻ തുടങ്ങിയെന്നാണ്. അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അതിഘോരമായ വർഷം അംഗരാജ്യത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ പ്രവേശിച്ച ഋഷ്യശൃംഖനെ ആ ലോമപദ രാജാവ് നമസ്കരിച്ചു, കാല് കഴുകിച്ചിരുത്തി. രാജാവിൻ്റെ പ്രിയപ്പെട്ട മകളെ ശാന്തയെ ഋഷ്യശൃംഖന് വിവാഹം കഴിച്ചു കൊടുത്തു വിധിയാമണ്ണം. അങ്ങനെ ഋഷ്യശൃംഖൻ തൻ്റെ പത്നിയായ ശാന്തയുടെ കൂടെ ആ അംഗരാജ്യത്തിൽ സുഖമായിട്ട് വസിച്ചു. ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ദശരഥന്. ആര്? സുമന്ത്രൻ എന്ന രാജാവ്. ഇത്രയും കേട്ടു, വലിയ സന്തോഷമായി ഈ കഥ കേട്ടിട്ട് ദശരഥ രാജാവിന്. പിന്നെന്തെങ്കിലും സനൽകുമാരൻ ആ മഹർഷി പറഞ്ഞോ എന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോഴാണ് പറയണത്, അല്ലയോ ദശരഥ രാജാവേ, ആ സനൽകുമാര മഹർഷി മറ്റു ചിലതും കൂടി എന്നെ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം പറയാം. സൂര്യവംശജനായി നീതിമാനായ ദശരഥൻ എന്നൊരു രാജാവുണ്ടാകും. വരാൻ പോണ കാര്യം അന്ന് പണ്ട് പറഞ്ഞ കാര്യം പറയാണ്. അംഗരാജാവുമായി ദശരഥ മഹാരാജാവ് സഖ്യമുണ്ടാക്കും. അങ്ങനെ ആ അംഗരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ദശരഥ രാജാവ് ലോമപാത രാജാവിനോട് തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. അങ്ങനെ ലോമപാതൻ തൻ്റെ മരുമകനായ ഈ ഋഷ്യശൃംഖനെ ദശരഥ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കും. ആ യാഗം നടത്താൻ ഋഷ്യശൃംഖനെ നിയോഗിക്കും. യാഗം വേണ്ടതുപോലെ നടക്കും. അങ്ങനെ അങ്ങേക്ക് കേമന്മാരായ 4 പുത്രന്മാരുണ്ടാവും. ഇതും സനൽകുമാര മുനി പണ്ട് പ്രവേശിച്ചിട്ടുണ്ട്. അതിനാൽ അങ്ങ് അംഗരാജ്യത്തിലേക്ക് അധികം വൈകാണ്ട് എഴുന്നള്ളണം. ഇതാണ് സുമന്ത്രൻ ദശരഥനോട് പറഞ്ഞത്. അത് കേട്ട് വലിയ സന്തോഷമായ ദശരഥന് അദ്ദേഹം സൈന്യങ്ങളെയും കൂട്ടി തൻ്റെ പത്നിമാരെയും കൂട്ടി അംഗരാജ്യത്തെത്തി. അവിടുത്തെ രാജാവിനോട് ഈ വാർത്തകളൊക്കെ അറിയിച്ചു. ഋഷ്യശൃംഖനെ തൻ്റെ രാജ്യത്തിലേക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഒരു വിഷമവുമില്ലാതെ, ഒരു വിസമ്മതവും പ്രകടിപ്പിക്കാതെ തൻ്റെ മകളെയും മരുമകനെയും അംഗരാജാവ് ദശരഥൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അയോധ്യയിലേക്ക് അവരെല്ലാവരും കൂടി എത്തി. ഋഷ്യശൃംഖൻ്റെ കാർമ്മികത്വത്തിൽ അതിഗംഭീരമായ അശ്വമേധയാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ പട്ടമഹിഷി കൗസല്യ, അവൾ ആ കുതിരയെ, അശ്വത്തെ പ്രദക്ഷിണം വെച്ചു. യാഗത്തിന് വേണ്ട ചടങ്ങുകളാണ്, അതൊക്കെ വൃത്തിയിൽ ചെയ്തു. ആ കുതിരയെ വിട്ടു. ആ അശ്വം സ്ഥലമൊക്കെ ചുറ്റി തിരിച്ചെത്തി. അങ്ങനെ ആ യാഗം ഋഷ്യശൃംഖൻ്റെ നേതൃത്വത്തിൽ ഭംഗിയിൽ നടന്നു. യാഗാവസാനത്തിൽ ഋഷ്യശൃംഖൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ദശരഥ രാജാവേ, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും. അതിനായി പുത്രകാമേഷ്ടി എന്ന യാഗം ചെയ്യാം എന്ന് പറയണം. ഇങ്ങനെ ഇരിക്കെ അവിടെ ദേവലോകത്ത് ചർച്ച. അതാണ് പിന്നെ രാമായണത്തിൽ വർണ്ണിക്കുന്നത്. ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് വിഷമം പറയുകയാണ്. രാവണൻ എന്ന മഹാപരാക്രമി രാക്ഷസൻ ഭൂമിയിലുണ്ട്. അവനെ കൊണ്ടുള്ള ശല്യം ലേശമൊന്നുമല്ല. എങ്ങനെയെങ്കിലും അയാളെ ഇല്ലാണ്ടിയാക്കണം. അയാളെ ഭയപ്പെട്ടാണ് എല്ലാവരും വർത്തിക്കുന്നത്. ഇപ്പം 3 ലോകങ്ങളും രാവണൻ എന്നുള്ള പേര് കേട്ടാൽ വിറയ്ക്കും. ബ്രഹ്മാവതൊക്കെ കേട്ടപ്പം കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു, അതെ, എൻ്റെ വരം കൊണ്ടാണ് അവനിങ്ങനെ ആയത്. അയാളുടെ കേമായിട്ടുള്ള തപസ് കണ്ട് ഞാൻ സന്തോഷിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചത്? തേന ഗന്ധർവയക്ഷാണാം ദേവതാനാം ച രക്ഷസാം അവധ്യോസ്മീതി വാഗുക്ത തഥേത്യുക്തം ച തന്മയാ
നാകീർത്തയതവജ്ഞാനാത് തദ് രക്ഷോ മാനുഷാംസ്തദാ എന്നാണ്. ഗന്ധർവന്മാരും യക്ഷന്മാരും ഒന്നും അയാളെ വധിക്കില്ല എന്നാണ്. ദേവന്മാരോ യക്ഷന്മാരോ കിന്നരന്മാരോ ഗന്ധർവന്മാരോ ഒന്നും നിന്നെ കൊല്ലില്ല എന്ന് ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കേ കൊല്ലാൻ സാധിക്കുള്ളൂ? ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. തസ്മാത് സമാനുഷാത് വധ്യോ മൃത്യുർന്ന അന്യോസ്യ വിദ്യതേ. ഒരു മനുഷ്യനിൽ നിന്ന് മാത്രം ആണ് മരണം ഉണ്ടാവുക. മനുഷ്യൻ എന്ന് പറയുമ്പോഴും നിസ്സാരനായിട്ടാണ് ഈ രാക്ഷസൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരെ, ഒരു മനുഷ്യനെ കൊണ്ട് വേണം ആ അസുരനെ വധിക്കാൻ. അവിടേക്ക് ആര് വന്നു? ഭഗവാൻ തന്നെ ശംഖചക്ര ഗദാധാരിയായിട്ട് വന്നു. ഏതസ്മിന്നന്തരേ വിഷ്ണു ഉപയാതോ മഹാദ്യുതി ശംഖചക്ര ഗദാപാണി പീതവാസാ ജഗത്പതി. മഞ്ഞപ്പട്ടുടുത്ത് നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി ഭഗവാൻ അവിടെ ആവിർഭവിച്ചു. അവിടെയുള്ള ദേവന്മാരൊക്കെ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ദശരഥൻ്റെ പുത്രനായിട്ട് അങ്ങ് അവതരിക്കണം, ആ രാവണനെ വധിക്കണം, രാക്ഷസന്മാരെ കല്യാണ്ടിയാക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ അപ്രകാരം വരാമെന്ന് സമ്മതിച്ചു. തൻ്റെ ശക്തിയെ 4 പകുത്തുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണ് ദശരഥ രാജാവ് പുത്രലാഭാർത്ഥമായി പുത്രകാമേഷ്ടി നടത്താൻ ഒരുങ്ങിയത്. അങ്ങനെ ആ പുത്രകാമേഷ്ടി ഭംഗിയിൽ നടന്നു. അത്യത്ഭുതകരമായ കാഴ്ചയാണ് ആ യാഗം കഴിയുന്ന സമയത്ത് അവിടെ കാണാൻ സാധിച്ചത്. പ്രാദുർഭൂതം മഹദ്ഭൂതം മഹാവീര്യം മഹാബലം കൃഷ്ണം രക്താംബരധരം രക്താസ്യം ദുന്ദുഭിസ്വനം. ആ യജ്ഞശാലയിൽ ആ ഹോമകുണ്ടത്തിൽ നിന്നൊരു മഹാതേജസ് ഉയർന്നു വന്നു. നല്ല ചുവന്ന വസ്ത്രം ധരിച്ചിട്ട്, രക്തവസ്ത്രം ധരിച്ച്, കറുത്ത നിറത്തോടു കൂടിയ ചുവന്ന മുഖം, അങ്ങനെയുള്ളൊരു പർവ്വത സമാനനായി പ്രോജ്വലിക്കുന്ന ഒരു സത്വം അവിടുന്ന് പൊന്തി വന്നു. ആ അത്ഭുത സ്വരൂപൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തെ ഭംഗിയിൽ പിടിച്ചും കൊണ്ടാണ് അദ്ദേഹം പൊന്തി വരുന്നത്. എന്നിട്ട് ഉറക്കെ രാജാവിനോട് പറഞ്ഞു, ഈ പാത്രത്തിലുള്ള പായസം അങ്ങയുടെ പത്നിമാർക്ക് സ്നേഹത്തോടെ കൊടുക്കൂ. അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാവും, അവർ കീർത്തിമാന്മാരാവും, കേമന്മാരാവും എന്ന് അനുഗ്രഹിച്ചു. ഇത് കണ്ട് ദശരഥ രാജാവിനുണ്ടായ സന്തോഷം വലിയ സന്തോഷമായി. ബഭൂവ പരമപ്രീത പ്രാപ്യ വിത്തമിവാധന. ഇതുപോലെയാണ് ആ രാജാവിനുണ്ടായ സന്തോഷം പറയുകയാണ്. മഹാദാരിദ്ര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവന് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടായാൽ എന്നാലോചിച്ച് നോക്കുക, അയാളുടെ സന്തോഷം എത്ര കണ്ടുണ്ടാവും. ഇതുപോലെ ആനന്ദ കണ്ണീരോടുകൂടി ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ആ രാജാവ് ആ പായസം സ്വീകരിച്ചു. അപ്പോഴേക്ക് ആ പുരുഷൻ അന്തർധാനം ചെയ്തു. ദശരഥ രാജാവ് വളരെ സന്തോഷത്തോടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടി വന്നു. തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യയുടെ കൊട്ടാരത്തിലേക്കാണ് ആദ്യം അദ്ദേഹം ചെന്നത്. തൻ്റെ കയ്യിൽ കിട്ടിയ ആ പായസത്തിൻ്റെ പകുതി അദ്ദേഹം കൗസല്യയ്ക്ക് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെയാണ് മറ്റ് രാമായണങ്ങളായിട്ട് ലേശം വ്യത്യാസമുണ്ട് വാൽമീകി രാമായണത്തിന്. വാൽമീകി രാമായണമാണ് മുഖ്യം, അതാണ് പരമപ്രമാണം. രാമായണങ്ങളുടെ കൂട്ടത്തിൽ പ്രമാണമായിട്ടുള്ളത് വാൽമീകി രാമായണമാണ്. അപ്പോൾ ഇവിടെയുള്ള ആ ഭാഗം വെപ്പ് ശ്രദ്ധിക്കണം. ആ കിട്ടിയ പായസത്തിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? കൗസല്യയ്ക്ക് കൊടുത്തു. കൗസല്യായൈ നരപതി പായസാർദ്ധം ദദൗ തദാ. തൻ്റെ കയ്യിൽ കിട്ടിയ പായസത്തിൻ്റെ പകുതി അദ്ദേഹം ആർക്ക് കൊടുത്തു? കൗസല്യയ്ക്ക് കൊടുത്തു. ഇനി ബാക്കി പകുതി ഉണ്ടല്ലോ, അത് 2 ഭാഗമാക്കി അതിലെ ഒരു ഭാഗം അദ്ദേഹം സുമിത്രയ്ക്ക് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്തു? അതും പകുതിയാക്കി. അതിലൊരു ഭാഗം കൈകേയിക്ക് കൊടുത്തു. ഇനി ലേശം ബാക്കിയുണ്ട്. അത് കുറച്ചു നേരം അദ്ദേഹം ഇരുന്ന് ആലോചിച്ചു എന്നാണ്. അങ്ങനെ മനോഹരമായിട്ട് വാൽമീകി വർണ്ണിക്കുകയാണ്. കൗസല്യായൈ നരപതി പായസാർദ്ധം ദദൗ തദാ അർദ്ധാദർദ്ധം ദദൗ ചാപി സുമിത്രായൈ നരാധിപഃ കൈകേയ്യൈ ചാവശിഷ്ടാർദ്ധം ദദൗ പുത്രാർത്ഥകാരണാത് പ്രദദൗ ചാവശിഷ്ടാർദ്ധം പായസസ്യാമൃതോപമം അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതി. അനുചിന്യ സുമിത്രായൈ പുനരേവ മഹാമതി. ബാക്കിയുള്ള പായസം കുറച്ച് നേരം അദ്ദേഹം ആലോചിച്ചു. എന്തെന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന പായസം ആർക്ക് കൊടുത്തു? അദ്ദേഹം സുമിത്രയ്ക്ക് തന്നെ കൊടുത്തു. കൂടുതലും കിട്ടിയത് കൗസല്യയ്ക്കാണ്.
പിന്നെ അധികം കിട്ടിയത് സുമിത്രയ്ക്കാണ്. കൈകേയിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എന്താ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അത് കൈകേയിയാണ്, ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്. അവൾ ദേഷ്യപ്പെടുമോ, അവൾക്ക് വിഷമാവുമോ എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചിട്ട് സുമിത്രയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. നല്ല സ്വഭാവമുള്ളവൾ സുമിത്രയാണ്. ഏതായാലും അദ്ദേഹം അങ്ങനെ കൗസല്യയ്ക്കും സുമിത്രയ്ക്കും കൈകേയിക്കുമായിട്ട് ആ പായസം കൊടുത്തു. അവർക്കുണ്ടായ സന്തോഷം അതാണ്. അതുല്യമായ സമ്മാനങ്ങൾ കിട്ടിയാലുണ്ടാവുന്ന സന്തോഷം അവർക്കുണ്ടായി എന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും അവിടെ ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു വന്നു. വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാൻ എങ്ങനെ കഴിയണമോ അതുപോലെ ദശരഥ രാജാവ് ഇവിടെ തൻ്റെ ആ നാട്ടിൽ അയോധ്യയിൽ അങ്ങനെ കഴിഞ്ഞു എന്നാണ്. പിന്നീട് വീണ്ടും ദേവലോകത്തിലെ വാർത്ത പറയാണ്. അവിടെ എന്തുണ്ടായി? മഹാവിഷ്ണു അയോധ്യയിൽ ശ്രീരാമനായിട്ട് അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രഹ്മദേവൻ ദേവന്മാരോടായിട്ട് പറയാണ്, വിഷ്ണു ഭഗവാൻ ലോകത്തിൽ ഭൂമിയിൽ പറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കും അദ്ദേഹത്തെ സേവിക്കണം. അതിനായിട്ട് എന്തു ചെയ്യാം? മഹാശക്തന്മാരായിട്ടുള്ള വാനരവീരന്മാരെ സൃഷ്ടിക്കണം. അപ്സര സ്ത്രീകളിലും ഗന്ധർവനാരികളിലും ഒക്കെ ധാരാളം വാനരപുത്രന്മാർ ജനിക്കട്ടെ. ബ്രഹ്മാവ് പറയാണ്, എൻ്റെ പുത്രൻ ജാമ്പവാനുണ്ട്. കേമനാണ് ജാമ്പവാൻ. ബ്രഹ്മദേവൻ കൂട്ടുവായിട്ട സമയത്ത് പുറപ്പെട്ട ആളാണ്. നല്ല പ്രായമുണ്ട്, ജ്ഞാനവൃദ്ധനാണ്, പക്ഷെ നല്ല ശക്തിമാനാണ്. ഇതുപോലെ ധാരാളം പേരുണ്ടാവട്ടെ. അങ്ങനെ ദേവേന്ദ്രന് തനിക്ക് സമാനമായ ബലമുള്ള ബാലി എന്ന പുത്രനുണ്ടായി. വാനരേന്ദ്രം മഹേന്ദ്രാഭം ഇന്ദ്രോ വാലിനമാത്മജം. വാലി അല്ലെങ്കിൽ ബാലി രണ്ടും ശരിയാണ്. സുഗ്രീവം ജനയാമാസ തപനസ്തപതാം വരഹ. അങ്ങനെ ബാലി ദേവേന്ദ്രൻ്റെ പുത്രനാണ്. ബാലി സൂര്യൻ്റെ പുത്രനാണ്. സുഗ്രീവൻ വിശ്വകർമാവിന് നല്ല ബുദ്ധിയുള്ളൊരു മകൻ, അതാണ് നളൻ. അഗ്നിയുടെ പുത്രനായിട്ട് നീലൻ. ഇങ്ങനെ ലക്ഷോപലക്ഷം വാനരന്മാർ ഉണ്ടായി. അവരൊക്കെ ഭൂമിയിൽ വന്ന് താമസാക്കി. അതിലെ ബാലിയും സുഗ്രീവനും സഹോദരങ്ങളാണ്. അവരാണ് വാനരന്മാരുടെ രാജാക്കന്മാർ. അവരുടെ കീഴിൽ ആ വാനരവർഗം അങ്ങനെ പല ദിക്കുകളിലുമായിട്ട് അങ്ങനെ വസിച്ചു എന്നാണ്. പിന്നീട് 18-ാമത്തെ സർഗത്തിൽ രാമാവതാരം വർണ്ണിക്കുകയാണ്. നിർവൃത്തേ തു ക്രതൗ തസ്മിൻ ഹയമേധേ മഹാത്മനഃ പ്രതിഗൃഹ്യാമരാഭാഗാൻ പ്രതിജഗ്മുഹു യഥാഗതം സമാപ്തദീക്ഷാനിയമഃ പത്നീഗണസമന്വിതഃ പ്രവിവേശപുരീം രാജാ സഭൃത്യബലവാഹനഃ. പുത്രകാമേഷ്ടിക്ക് ശേഷം അങ്ങനെ 12-ാമത്തെ മാസം, ചൈത്രമാസം, മീനമാസം എത്തിയ സമയത്ത് ആ വെളുത്ത പക്ഷത്തിൽ പുണർദം നക്ഷത്രത്തിൽ ഭഗവാൻ കൗസല്യയിൽ അവതരിച്ചു. ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ അർദ്ധഭാഗം കൗസല്യാദേവിയിൽ ഉദയം കൊണ്ടു. അതാണ് രാമൻ. തതശ്ച 12 മാസേ ചൈത്രേ നാവമികേ തിഥൗ ഗൃഹേഷു കർക്കടേ ലഗ്നേ വാക്പതാവിന്ദുനാ സഹ പ്രോദ്യമാനേ ജഗന്നാഥം സർവലോകനമസ്കൃതം കൗസല്യാജനയത് രാമം ദിവ്യലക്ഷണസംയുതം വിഷ്ണോരർദ്ധം മഹാഭാഗം പുത്രമൈക്ഷ്വാകുനന്ദനം ലോഹിതാക്ഷം മഹാബാഹും രക്തോഷ്ഠം ദുന്ദുഭിസ്വനം കൗസല്യാശുശുഭേ തേന പുത്രേണാമിത തേജസാ യഥാവരേണ ദേവാനാം അതിഥിർവജ്രപാണിന ഭരതോ നാമ കൈകേയ്യാം ജജ്ഞേ സത്യപരാക്രമഃ സാക്ഷാത് വിഷ്ണോശ്ചതുർഭാഗഃ സർവൈഃ സമുദിതോ ഗുണൈഃ അഥ ലക്ഷ്മണശത്രുഘ്നൗ സുമിത്രാജനയത്സുതൗ വീരൗ സർവാസ്ത്രകുശലൗ വിഷ്ണോരർദ്ധസമന്വിതൗ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അങ്ങനെ കൗസല്യയുടെ പുത്രനായിട്ട് രാമൻ എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിച്ചു. കൈകേയിയുടെ പുത്രനായിട്ട് ഭരതൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ലക്ഷ്മണ ശത്രുഘ്നന്മാരായിട്ട് സുമിത്രയിലും പിറന്നു. ഭരതൻ്റെ നക്ഷത്രം പൂയം, ലക്ഷ്മണൻ്റെ അതുപോലെ ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും നക്ഷത്രം ആയില്യം. ഇവരുടെ ജന്മം അയോധ്യയിലുള്ളവർക്കൊക്കെ വലിയ സന്തോഷമായി.
ദശരഥർക്ക് ഉണ്ണികളുണ്ടായത് അവരൊക്കെ ഒരു ഉത്സവം പോലെ കൊണ്ടാടിയെന്നാണ്. പാട്ടുകാരും ആട്ടക്കാരൊക്കെ വന്ന് കേമായിട്ട് പാടുന്നു, ദശരഥനെ വാഴ്ത്തിപ്പാടുന്നു. രാജാവിന് വലിയ സന്തോഷമായി. ദശരഥൻ അവർക്കൊക്കെ വാരിക്കോരി സമ്മാനങ്ങൾ നൽകുന്നു. അങ്ങനെ ഇരിക്കുക 11ാമത്തെ ദിവസം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ പുത്രന്മാർക്ക് നാമകരണം ഒക്കെ ചെയ്തു. ആ കൗസല്യയുടെ പുത്രന് രാമനെന്നും കൈകേയിയുടെ പുത്രന് ഭരതനെന്നും സുമിത്രയ്ക്കുണ്ടായ 2 കുട്ടികൾക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും പേര് നൽകി. അതിഗംഭീരമായിട്ടുള്ള സദ്യയായിരുന്നു അന്ന്. അങ്ങനെ അയോധ്യയിലുള്ള എല്ലാവരുടെയും വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. ധാരാളം സമ്മാനങ്ങൾ രാജാവ് അവിടെയുള്ളവർക്കൊക്കെ കൊടുത്തു. അങ്ങനെ കുട്ടികൾ വളർന്നു, കുമാരരായി. അവർ തമ്മിലുള്ള ഒരു ഐക്യത്തെപ്പറ്റി പറയുകയാണ്. ചെറുപ്പം മുതൽ തന്നെ അവരുടെ ആ ഒരു ശൈലി, ബാല്യാത് പ്രഭൃതി സുസ്നിഗ്ധോ ലക്ഷ്മണോ ലക്ഷ്മിവർദ്ധന രാമസ്യ ലോകരാമസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ നിത്യശഃ. കൗസല്യയുടെ പുത്രനായ രാമൻ്റെ കൂടെയാണ് സുമിത്രയുടെ ഒരു പുത്രൻ, ആര്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെ. ശത്രുഘ്നാവട്ടെ ആരുടെ കൂടെയാണ്? ഭരതസ്യാപി ശത്രുഘ്നോ ലക്ഷ്മണാവരജോ ഹി സഹ പ്രാണൈഃ പ്രിയതരോ നിത്യം തസ്യ ചാസീതി യഥാ പ്രിയഃ. എപ്പോഴും ശത്രുഘ്നൻ ഭരതൻ്റെ കൂടി. രാമലക്ഷ്മണനും ഭരത ശത്രുഘ്നനും ഇങ്ങനെ ആണ് അവർ കഴിഞ്ഞത്. എപ്പോഴും ലക്ഷണയുക്തനായ ആ ലക്ഷ്മണൻ രാമൻ്റെയും ശത്രുസംഹാരിയായിട്ടുള്ള ശത്രുഘ്നൻ ഭരതൻ്റെയും കൂടെ തന്നെ. ഊണിലും ഉറക്കത്തിലും അഭ്യാസാനുഷ്ഠാനങ്ങളിലും കളികളിലും ഒക്കെ ഇങ്ങനെയാണ് അവരുടെ ആ ഒരു സമ്പ്രദായം. ഒരു പക്ഷേ സുമിത്രയുടെ ആ ഒരു കേമത്തായിരിക്കാം, സുമിത്ര ഉണ്ടാക്കിയെടുത്തൊരു രീതിയായിരിക്കാം ഇത്. കാരണം കൈകേയിയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അറിയാം സുമിത്രയ്ക്ക്. ഒരു കാരണവശാലും വലുതായി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ, സഹോദരന്മാർ തമ്മിലൊരു പ്രയാസം ഉണ്ടാവരുത്, മക്കൾ തമ്മിലൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി തൻ്റെ 2 മക്കളെയും 2 പേരുടെ കൂടെ, ഭരതനും രാമനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ട് 2 മക്കളും, തൻ്റെ 2 മക്കളും ഒരാൾ ഭരതൻ്റെ കൂടെ, ഒരാൾ രാമൻ്റെ കൂടെ. ഇനി അത് മാത്രമല്ല, തൻ്റെ 2 കുട്ടികളും കൂടി ഒരുമിച്ച് രാമനും ഭരതനും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് തൻ്റെ 2 മക്കളെയും 2 പേരുടെ കൂടെ വിട്ടു. അതാണ് സുമിത്രയുടെ കേമത്തം. അങ്ങനെയാവാം. പിന്നീട് വിശ്വാമിത്രൻ്റെ ആഗമനം വർണ്ണിക്കുകയാണ്. രാമൻ്റെ അല്ലെങ്കിൽ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ബാല്യലീലകളൊന്നും രാമായണത്തിൽ വർണ്ണിക്കണില്ല. രാമനിതാപ്പോൾ ഒരു 12 വയസ്സായി. അവിടെ വെച്ചിട്ട് ദശരഥൻ വിവാഹകാര്യം സംസാരിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ വെച്ചിട്ട് രാജാവ് ഉച്ചത്തിൽ പറയുകയാണ്, യൗവനത്തിലേക്ക് കാലുവെച്ചു ഇപ്പം രാമൻ. മക്കളുടെ വിവാഹ സംബന്ധമായ ആലോചനകൾ നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു തീരും മുമ്പേ ഇനി ട്വിസ്റ്റാണ്, ഒരു വഴിത്തിരിവ്. രാജാവ് വാചകം അവസാനിപ്പിച്ചില്ല. അപ്പോഴേക്ക് അവിടേക്ക് ആര് വരുന്നു? തിടക്കത്തിൽ പരിഭ്രമിച്ചും കൊണ്ട് ദ്വാരപാലകർ ഓടി വന്നു. അവർ പറയാണ്, രാജാവെ അങ്ങയെ കാണാനായിട്ട് വിശ്വാമിത്രൻ വന്നിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷി വേഗത്തിൽ ഓടി വരികയാണ്. ക്ഷിപ്രകോപിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കേമത്തൊക്കെ ഇനി വർണ്ണിക്കാൻ പോവുകയാണ്. തസ്യ ചിന്തയമാനസ്യ മന്ത്രിമധ്യേ മഹാത്മനഃ അഭ്യാഗച്ഛൻ മഹാതേജ വിശ്വാമിത്രോ മഹാമുനി. വലിയ തേജസ്സുള്ള ആളാണ് വിശ്വാമിത്രൻ. മഹാതേജസ്വിയായിട്ടുള്ള കേമനായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി അങ്ങയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. സരാജ്ഞോ ദർശനാകാംക്ഷി ദ്വാരാധ്യക്ഷാനുവാച ശീഘ്രമാഖ്യാതമാം പ്രാപ്തം കൗശികം ഗാധിനസുതം. വിശ്വാമിത്ര മഹർഷി എന്ന പേര് കേട്ടപ്പോൾ തന്നെ രാജാവ് ഞെട്ടിപ്പോയി. ഉടനെ തന്നെ എഴുന്നേറ്റു, മുനിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു. ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ കണ്ടാൽ ഏതുപോലെയാണോ അതുപോലെ ഓടിച്ചെന്ന് കാല് കഴുകി അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രത്യുജ്ജഗാമ സംഹൃഷ്ടോ ബ്രഹ്മാണമിവ വാസവ. ബ്രഹ്മാവിനെ കണ്ടാൽ വാസവൻ എങ്ങനെയോ അങ്ങനെ. വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ബ്രഹ്മാവിനെ ഇന്ദ്രൻ കണ്ടു കഴിഞ്ഞാൽ കാൽക്കൽ വീഴും പോലെ കാൽക്കൽ വീണു, നമസ്കരിച്ചു, കേമായിട്ട് സ്വീകരിച്ചു, കുശലപ്രശ്നം നടത്തി. വളരെ സന്തോഷമായി മഹർഷിക്ക്. അദ്ദേഹം ചോദിച്ചു, രാജാവേ എന്താണ് ഇവിടുത്തെ അവസ്ഥ? സാമന്ത രാജാക്കന്മാരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ആർക്കും വിഷമങ്ങളൊന്നുമില്ലല്ലോ?
അങ്ങയുടെ പ്രജകളൊക്കെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. രാജാവ് പറഞ്ഞു, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങ് വന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമായി. മഹാത്മാക്കൾ പ്രവേശിക്കുമ്പോഴാണ് ഗൃഹാവണത്. അങ്ങയെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, യഥാമൃതസ്യ സംപ്രാപ്തിർയഥാ വർഷമനൂദകേ യഥാ സദൃശദാരേഷു പുത്രജന്മാപ്രജസ്യ വൈ പ്രണഷ്ടസ്യ യഥാ ലാഭോ യഥാ ഹർഷോ മഹോദയഃ തഥൈവ ആഗമനം മന്യേ സ്വാഗതം തേ മഹാമുനേ. അങ്ങയെ കണ്ട സമയത്ത് തോന്നുന്നത് എന്താ വെച്ചാൽ, മരണത്തിൻ്റെ മുന്നിൽ പെട്ടവന് അമൃത് പോലെ, മരുഭൂമിയിൽ പെട്ട് വിഷമിച്ചിരിക്കുന്ന അവിടെ പെട്ടെന്ന് അങ്ങോട്ട് മഹാവർഷം, നല്ല മഴ പെയ്താൽ എങ്ങനെയാണ് അതുപോലെ, ഇല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്ക് ഒരു ഉത്തമ സന്താനം ഉണ്ടായ അത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. അതുപോലെ നഷ്ടപ്പെട്ടു പോയ, കളവ് പോയ അമൂല്യമായ വസ്തു തിരികെ ലഭിച്ചാൽ എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. ഇതുപോലെയാണ് അങ്ങയെ കാണുമ്പോൾ ആ മഹാത്മാവിനെ കണ്ട സമയത്ത് ദശരഥന് തോന്നുന്നത്. അദ്ദേഹം അത് പറഞ്ഞു, അങ്ങ് എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയത് എനിക്ക് അത്രയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. മഹാഭാഗ്യവാനാണ് ഞാൻ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് അയോധ്യ പവിത്രമായി. ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ഒരു മടിയും ഇല്ലാണ്ട് അങ്ങത് പറഞ്ഞാലും എന്ന് പറഞ്ഞ സമയത്ത് വിശ്വാമിത്രൻ പറയുകയാണ്. രാജാവിൻ്റെ ഈ വിനയാന്വിതമായ വചനങ്ങൾ കേട്ട് മഹർഷിക്ക് വലിയ തൃപ്തിയായി, സന്തോഷമായി. അങ്ങനെ ആ കൗശികൻ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹം നിയമമാതിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷഋഷഭ തസ്യ വിഘ്നകരൗ ദ്വൗ തു രാക്ഷസൗ കാമരൂപിണൗ വ്രതേ തു ബഹുശ്ചീർണേ സമാപ്തിയാം രാക്ഷസാവിമൗ മാരീചശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ. എന്താ അദ്ദേഹം പറയണത്? രാജാവേ, അങ്ങയുടെ മഹത്വമാർന്ന ഈ വാക്കുകൾ കേട്ട് എനിക്ക് സന്തോഷമായി. ഞാൻ ഈ അയോധ്യയിലേക്ക് വന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് അങ്ങയെക്കൊണ്ട്. എന്തും സാധിപ്പിച്ചു തരാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തു, അത് മറക്കണ്ട. കുറച്ച് കാലമായിട്ട് ഞാൻ കഠിനമായൊരു വ്രതത്തിലാണ്. ആ കഠിനമായ വ്രതം ദീക്ഷിക്കുന്നതിന് ഫലങ്ങളൊന്നും ഉണ്ടാവുന്നുമില്ല. എന്താ അതിന് കാരണം ചോദിച്ചാൽ, യജ്ഞം അവസാനിക്കാറാവുമ്പോൾ ആ ഹോമവേദിയിൽ വന്ന് രാക്ഷസന്മാർ അത് അശുദ്ധാക്കുകയാണ്. മാംസകഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞും രക്തം ഒഴിച്ചും അവിടെ ആ യാഗം അപകടമാക്കുകയാണ്. ആര്? മാരീചനും സുബാഹുവും, ഈ രണ്ട് അസുരന്മാർ. അതുകൊണ്ട് വേണ്ടതുപോലെ യാഗം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോപമുണ്ടാവാൻ പാടില്ല, ശപിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് വിശ്വാമിത്രനെ ശപിക്കാനും പറ്റില്ല. വേണമെങ്കിൽ വിശ്വാമിത്രൻ നിഷ്പ്രയാസം, വിശ്വാമിത്രൻ ആരാന്നാണ് നമ്മൾ കരുതുന്നത്? വിശ്വാമിത്രൻ്റെയൊക്കെ ശക്തി ഇനി വർണ്ണിക്കുന്നുണ്ട്. വിശ്വാമിത്രന് നിഷ്പ്രയാസം ഇവരെ കല്യാണിക്കാൻ സാധിക്കും. പക്ഷേ വ്രതമുള്ളത് കൊണ്ട്, ദീക്ഷിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഈ സമയം കോപിക്കാൻ പാടില്ല, വധിക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. മാത്രമല്ല, വിശ്വാമിത്രന് ചിലർ ചോദിക്കാറുണ്ട്, വിശ്വാമിത്രനെ അങ്ങോട്ട് രക്ഷിച്ചാൽ പോരെ, എന്തിനീ രാമനെ കൊണ്ടുപോകണതെന്നാണ്. ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമുണ്ട്. യാഗരക്ഷ ക്ഷത്രിയന്മാരുടെ കർത്തവ്യമാണ്. വിശ്വാമിത്രൻ ഇങ്ങനെ പറയുന്ന സമയത്ത് വിശ്വാമിത്രൻ്റെ വാക്കിൽ നിരാശയില്ല, ആത്മവിശ്വാസമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാമിത്രൻ പറയുകയാണ്, അതുകൊണ്ട് അങ്ങയുടെ ഉണ്ണിയെ വിടണം, ഒരാപത്തും അങ്ങയുടെ ഉണ്ണിക്ക് ഉണ്ടാവില്ല, ഞാൻ രക്ഷിച്ചോളാം. ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇനി ഭാവിയിൽ രാജാവാൻ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രാജാവേ, അങ്ങയുടെ മൂത്ത മകൻ പരാക്രമിയായ രാമനെ എൻ്റെ കൂടെ വിടുക. മാരീചനെയും സുബാഹുവിനെയും മാത്രമല്ല മറ്റ് രാക്ഷസന്മാരെയൊക്കെ നശിപ്പിക്കാനുള്ള ശക്തി രാമന് ഉണ്ട്. എൻ്റെ സംരക്ഷണത്തിലാണ് രാമൻ. അതുകൊണ്ട് അങ്ങോട്ടും ഭയപ്പെടേണ്ടതില്ല. രാമന് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ. രാമനല്ലാതെ മറ്റാർക്കും മാരീചനെയും സുബാഹുവിനെയും വധിക്കാനാവില്ല. അതുകൊണ്ട് അങ്ങ് ഒട്ടും വിഷമിക്കാണ്ട് ആ രാമനെ എൻ്റെ കൂടെ വിടൂ. ഒരു 10 ദിവസത്തേക്ക് അങ്ങ് ആ രാമനെ യാഗരക്ഷയ്ക്കായിട്ട് എൻ്റെ കൂടെ അയക്കുക എന്ന് വിശ്വാമിത്രൻ പറയാണ്. അത് കേട്ട് ദശരഥൻ വല്ലാണ്ട് വിഷമിക്കണു. ദശരഥൻ പലതും പറഞ്ഞു നോക്കുകയാണ്. അതൊക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം.
ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.